നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരെന്ന് ഇന്നറിയാം. ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കും. അതിനുശേഷം പ്രസിഡന്റ് ആകുന്ന ആളിൽ നിന്നും നോമിനേഷൻ വാങ്ങിക്കും. നാളെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പ്രഖ്യാപിക്കും. കേരളത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് നോമിനേഷൻ കൊടുക്കാനുള്ള സമയം. നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ ആരാണ് പ്രസിഡന്റ് എന്ന് വ്യക്തമാകും. പത്രികയുടെ സൂക്ഷ്മ പരിശോധനയും ഇന്ന് നടക്കും. വോട്ടെടുപ്പിനും ഫലപ്രഖ്യാപനത്തിനും നാളെയാണ് തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയാണ് പത്രിക നൽകുന്നതെങ്കിൽ എല്ലാം ഇന്ന് തന്നെ വ്യക്തമാകും. സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ തുടർന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരെയാണോ അതോ 3 വർഷത്തേക്കാണോ എന്നതാണ് പ്രധാന ചോദ്യം. സുരേന്ദ്രന് തുടർച്ചയില്ലെങ്കിൽ ജനറൽ സെക്രട്ടറി എം.ടി. രമേശിനും സാധ്യതയുണ്ട്. മുൻ പ്രസിഡന്റ് വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് പട്ടികയിലുള്ള മറ്റാളുകൾ. കോർ കമ്മിറ്റി യോഗത്തിൽ എല്ലാ നേതാക്കളും പങ്കെടുക്കും. മത്സരിക്കാനുള്ള താൽപര്യക്കുറവ് യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ അറിയിക്കുമെന്നാണ് സൂചന. മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും നാളെ വിദേശയാത്രയുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ 2 പേരും ഇന്ന് ഡൽഹിക്ക് പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഈ 2 പേരും അധ്യക്ഷനാകാനുള്ള സാധ്യത കുറവാണെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ മനസ്സറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും അധ്യക്ഷനാകാനുള്ള സാധ്യത കാണുന്നവരുണ്ട്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് ബി.ജെ.പിയും ഞായറാഴ്ച ചിത്രം വ്യക്തമാക്കുമെന്ന സന്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ നിർദ്ദേശപ്രകാരം വരണാധികാരി നാരായണൻ നമ്പൂതിരിയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 23-ന് ഉച്ചയ്ക്ക് 2 മുതൽ 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് പത്രിക നൽകേണ്ടത്. വൈകിട്ട് 4-ന് സൂക്ഷ്മ പരിശോധന. 24-ന് രാവിലെ 11-ന് കവടിയാറിലെ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലെ ബി.ജെ.പി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം. കേരളത്തിൽ മണ്ഡലം, ജില്ലാ പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് അടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് കേരളത്തിലെ സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ ചുമതല. മത്സരം ഒഴിവാക്കാൻ കോർ കമ്മിറ്റിയിലെ ധാരണയ്ക്ക് ശേഷം ഒരാളിൽ നിന്ന് മാത്രമേ പത്രിക സ്വീകരിക്കൂ. ഒരാളെ പത്രിക നൽകുന്നുള്ളൂവെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ പ്രസിഡന്റ് ആരാണെന്നറിയാം. തിങ്കളാഴ്ച ഔദ്യോഗിക പ്രഖ്യാപനമേ നടക്കേണ്ടതുള്ളൂ. പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ RSS നിലപാടും നിർണായകമാണ്. അതേസമയം നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെയും RSSനെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ RSSന് കൂടി സ്വീകാര്യനായ വി മുരളീധരനെ അധ്യക്ഷനാക്കണമെന്നും ബി.ജെ.പിയിൽ ഒരു വിഭാഗം വാദിക്കുന്നു. ബി.ജെ.പിക്ക് ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാക്കിയത് മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന സമയത്താണ്. BDJSന് രാഷ്ട്രീയ രൂപം നൽകിയതും അവരെ ഉൾപ്പെടുത്തി NDA രൂപീകരിച്ചതുമെല്ലാം മുരളീധരന്റെ അധ്യക്ഷ കാലയളവിലാണ്. അതുകൊണ്ട് തന്നെ മുരളീധരൻ വീണ്ടും അധ്യക്ഷനാകട്ടെ എന്ന നിലപാടുണ്ട് ഈ കൂട്ടർക്ക്. അതേസമയം വീണ്ടും അധ്യക്ഷനാകുമോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായത്തിന് വി മുരളീധരൻ തയ്യാറായിട്ടില്ല. നേരത്തെ മാർച്ച് മാസത്തിനകം പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്താനും ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരാനുമാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വവും RSSും ഉള്ളത്. പുതിയ തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി.ജെ.പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് നൽകിയ പരിഗണന. കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളം പോലെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തെത്തിച്ച് അതിലൂടെ പാർട്ടിക്ക് വരുന്ന സ്വീകാര്യത ഗുണകരമാകുമെന്നും കരുതുന്നവരുണ്ട്.